2024 അവസാനത്തെ സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ ഇത് മിക്കവാറും സൂപ്പർ ഹിറ്റ് ആവും. പടം ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പ്, കൺഫേം. ഫസ്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി ആയിരുന്നു, പിന്നെ സൂപ്പർ ആയിരുന്നു, പിന്നെ ട്വിസ്റ്റ് കൊണ്ട് പെരുമഴയായിരുന്നു. സൂപ്പർ ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. എന്ന് പറയുമ്പോൾ 2024 പുറത്തിറങ്ങിയ ഏറ്റവും മികച്ച ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഒരു പഴുതില്ലാത്ത തിരക്കഥയും കഥയും. തിരക്കഥ എഴുതിയ ആളിന് സമ്മതിച്ചു കൊടുക്കണം, അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രില്യൻ ഡയറക്ഷൻ, പിന്നെ ബേസിൽ ജോസഫും നസ്രിയയും അവരുടെ അഭിനയം, പിന്നെ ബേസിലിനെ ഇതിലൊരു വേറൊരു വെറൈറ്റി രൂപത്തിലാണ് ഈ സിനിമയിൽ കാണുന്നത്. അമ്മാതിരി ഒരു ഇത്. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു എൻഡിങ്ങും ട്വിസ്റ്റും, അതൊരു ആരും സങ്കല്പിക്കുക പോലും ചെയ്യാത്ത ഒരിത്. എനിക്കൊന്നു 2024 അവസാനത്തെ സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ ഇത് മിക്കവാറും സൂപ്പർ ഹിറ്റാവും. അത്രയ്ക്ക് നല്ലൊരു മൂവി. പടം വേറെ ലെവലാണ്. നമ്മൾ എന്ത് പ്രതീക്ഷിച്ചു അതിൻ്റെ 4 ഇരട്ടിയുണ്ട്. നമ്മളിവരെ ടീമെന്ന് പറയുമ്പോൾ ഒരു ഗ്യാരണ്ടി മിനിമം ക്വാളിറ്റി ഉണ്ടല്ലോ. നസ്രിയുടെയൊക്കെ തിരിച്ചൊരു കിടിലം പെർഫോമൻസ് ആണ്. ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫാണ് വേറെ ലെവല്. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ഉണ്ടോ ഡൗട്ടാണ്. ആ ലെവലിലാണ് പടം എടുത്തിരിക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. കിടിലം ഡയറക്ഷൻ, കിടിലം മേക്കിങ്ങും, മസ്റ്റ് വാച്ച് പടമാണ്. കോമഡി ത്രില്ലറാണ്. അത് പടത്തിൻ്റെ ആ ഒരു രീതി അവർ സസ്പെൻസ് അതുപോലെ വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പടം. ഒരു രക്ഷയില്ല. നമുക്ക് പ്രതീക്ഷിക്കാതിരുന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വേറെ ലെവലാണ്. നല്ല നല്ല ട്വിസ്റ്റ് ഉണ്ട്. സൂപ്പർ. എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കില്ല. ഫസ്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി ആയിരുന്നു, പിന്നെ സൂപ്പർ ആയിരുന്നു, പിന്നെ ട്വിസ്റ്റ് കൊണ്ട് പെരുമഴയായിരുന്നു. നല്ല കോമ്പിനേഷൻ തന്നെ. അടിപൊളി പടം, ഒന്നും പറയില്ലെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തിയേറ്ററിൽ പിടിച്ചിരുത്തും. എൻ്റെ പൊന്നെ, ഇടയ്ക്ക് എന്തിനു പറ്റും, ഇനി എന്ത് സംഭവിക്കും അവസാനമായപ്പോൾ എല്ലാം കൂടെ വന്ന് അടിപൊളി. ബേസിലിന് നസ്രിയൊക്കെ ഒന്നും പറയില്ല. മ്യൂസിക്, ക്രിസ്റ്റോ സേവറിൻ്റെ മ്യൂസിക്, വാക്കുകളില്ല, അമ്മാതിരി സൂപ്പർ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ല. പടം ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പ്, കൺഫേം. നന്നായിട്ടുണ്ട്, കൊള്ളായിരുന്നു. നസ്രിയ 4 വർഷത്തിനുള്ള ഒരു കംബാക്കും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെ ഇരുത്തി കാണുന്ന ഒരു നല്ലൊരു മൂവിയായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നു. ഭയങ്കര കോമഡി എന്ന് വിചാരിച്ച് ചെല്ലരുത്, ഒരു ഡിഫറെൻ്റ് ആണ്. സാധാരണ ബേസിലിനെ കാണുന്ന കണക്കല്ല ഇതിലുള്ളത്. ചെറുതായിട്ട് ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം, പ്രതീക്ഷിക്കാത്ത കോമഡി. അങ്ങനെ കോമഡി ഒന്നുമില്ല, നല്ല കണ്ടോണ്ടിരിക്കും. കുഴപ്പമില്ല, കോമഡി കുഴപ്പമില്ല. വൺ ടൈം വാച്ചോളാം, കൊള്ളാം. ക്രിസ്റ്റോ സേവ്യർ മ്യൂസിക് ഒക്കെ നല്ല രസമാണ്. കുഴപ്പമില്ല. നല്ല പടമാണ്. ഏതാ സൂക്ഷ്മ ഇതല്ലേ, നല്ല പടമാണ്. കാണാൻ സസ്പെൻസ് ത്രില്ലറാണ്. നല്ല പടം. പടം കൊള്ളാം, പ്രതീക്ഷിക്കാതെ കയറിയാണ്. സെക്കൻഡ് ഹാഫ് തൊട്ട് കൊളുത്തിട്ടുണ്ട് പടം. ബേസിലും കൊള്ളാം, നസ്രിയും കൊള്ളാം, എല്ലാവരും കൊള്ളാം. പടം നല്ല പടമാണ്. എന്താ പറയുക, ഒരു ഡീസന്റ് ത്രില്ലർ ആ ഒരു രീതിക്ക് നമുക്ക് കാണാനുള്ളൂ. നസ്രിയ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഫസ്റ്റ് ഹാഫ് വലിയ രസമല്ല, സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. കൊള്ളാം.